അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്നയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. നുവഫിഖു. അപ്പോൾ താഴെ 8ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചത് മൂന്നാമത്തെ ഭാഗത്തു നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് അത്വാലിബാനി. അപ്പോൾ ഈ ത്വാലിബാനി എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? യഖ്റഉൽ ജരീദ ലി സ്വലാത്തിൽ ഫജ്രി, അതുപോലെ അല സബ്ബൂറത്തി, യക്തുബാനി ദർസ, മിന്ദീലൻ, യർജിഊന മിനൽ മസ്നഇ, ബിദ്ലതൻ റസ്മിയതൻ ബിദ്ദുവാമതി. അപ്പോൾ ആ ത്വാലിബാനി എന്നുള്ളതിനോട് യോജിച്ചത് യക്തുബാനി ദർസ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം 2 വിദ്യാർത്ഥികൾ അവർ അവരുടെ പാഠങ്ങൾ എഴുതുന്നു എന്നാണ്. രണ്ടാമത്തത് അൽ മുവല്ലഫൂന യർജിഊന മിനൽ മസ്നഇ. അപ്പോൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? യർജിഊന മിനൽ മസ്നഇ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫാക്ടറി തൊഴിലാളികൾ മടങ്ങുന്നു എന്നാണ്. ഫാക്ടറിയിൽ നിന്ന് തൊഴിലാളികൾ മടങ്ങുന്നു. ഇനി മൂന്നാമത്തത് അൽ അബു ഡേഷ്. അവിടെ എന്താണ് വേണ്ടത്? യഖ്റഉൽ ജരീദത്ത എന്നുള്ളതാണ്. അപ്പോൾ അവിടെ യഖ്റഉൽ ജരീദത്ത എന്ന് എഴുതി കൊടുക്കുക. അതിൻ്റെ അർത്ഥം അറിയാലോ. അൽ അബു പിതാവ്, യഖ്റഉ വായിക്കുന്നു, അൽ ജരീദത്ത ദിനപത്രം. ഇനി നാലാമത്തത് അൽ മുഅല്ലിമൂന കതബു. ഉസ്താദുമാർ അല്ലെങ്കിൽ അധ്യാപകർ കതബു അവരെഴുതുന്നു, അല സബ്ബൂറത്തി ബോർഡിൻ്റെ മുകളിൽ. അപ്പോൾ അല സബ്ബൂറത്തി എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി അഞ്ചാമത്തത് യലബസു നൗഫലുൻ ബിദ്ലത റസ്മിയ. എന്താണ് റസ്മിയത്തൻ എന്ന് പറഞ്ഞാൽ? ബിദ്ലത റസ്മിയത്തൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം ആണ്. അപ്പോൾ യൽബസു നൗഫലു, നൗഫൽ ധരിക്കുന്നു, ബിദ്ലത്തൻ റസ്മിയത്തൻ യൂണിഫോം. അപ്പോൾ അവിടെ ബിദ്ലത്തൻ റസ്മിയത്തൻ എന്ന് എഴുതി കൊടുക്കുക. ആറാമത്തത് ഇഷ്തറ അബി, എൻ്റെ പിതാവ് വാങ്ങി, മിന്ദീലൻ. മിന്ദീലൻ എന്ന് പറഞ്ഞാൽ ടവൽ. അപ്പോൾ അവിടെ എന്താക്കുക? മിന്ദീലൻ എന്ന് എടുത്തെഴുതി കൊടുക്കുക. ഇനി ഏഴാമത്തത് അദ്ദനൽ മുഅദ്ദിനു ലി സ്വലാത്തിൽ ഫജ്രി. അർത്ഥം എന്താണ്? അവിടെ സ്വലാത്തിൽ ഫജ്രി എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത്. അതിൻ്റെ അർത്ഥം സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇനി എട്ടാമത്തത് അത്വാലിബാനി യലഅബാനി. അത്വാലിബാനി 2 വിദ്യാർത്ഥികൾ, യലഅബാനി അവർ 2 പേരും കളിക്കുന്നു, ബിദ്ദുവാമത്തി പമ്പരം കൊണ്ട്. അപ്പം പമ്പരം കൊണ്ട് കളിക്കുന്നു എന്നാണ് അവിടെ എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് നുകമ്മിലുൽ ജദ്വല. ആ ഒരു കള്ളികൾ പൂർത്തിയാക്കാനാണ്. അവിടെ മാദി മുളാരിയാണ് പറയുന്നത്. 10ഓളം വാക്കുകളുടെ മാദിയും മുളാരിയും ഉണ്ട്. ചിലതിൽ മാദി എഴുതിയിട്ടില്ല, ചിലതിൽ മുളാരി എഴുതിയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എന്താക്കണം? പൂരിപ്പിച്ച് എഴുതണം. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ജലസ. ജലസ എന്നുള്ളതിൻ്റെ മുളാരി എന്താണ്? യജ്ലിസു എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തത് ഷറഫ. ഷറഫ എന്നുള്ളതിൻ്റെ മുളാരി യുഷരിഫു. ഇനി മുളാരിയാണ് അവിടെ കൊടുത്തത് യുഹി. അപ്പോൾ അതിൻ്റെ മാദി എങ്ങനെ വരും? അഹിയ എന്ന് വരും. അതുപോലെ നാലാമത്തതിൻ്റെ മുളാരിയാണ് അവിടെ നൽകിയത് യഖൂലു. അപ്പോൾ അതിൻ്റെ മാദി ഖാല. അതുപോലെ അഞ്ചാമത്തത് തഅല്ലമ. തഅല്ലമ എന്നുള്ളതിൻ്റെ മുളാരി എന്താണ്? യതഅല്ലമു. ഇനി അടുത്തത് ആറാമത്തത് വജബ. വജബ എന്നുള്ളതിൻ്റെ മുളാരി യജിബു. ഏഴാമത്തത് ഖള. ഖള എന്നുള്ളതിൻ്റെ മുളാരി യഖ്ലി. ഇനി അവിടെ മുളാരിയാണ് യഊദു എന്നുള്ളതിൻ്റെ മാദി എന്താണ്? ആദ. ഒൻപതാമത്തത് ത്വലഅ. ത്വലഅ എന്നുള്ളതിൻ്റെ മുളാരി യത്ലഉ. ഇനി 10ാമത്തത് യജീഉ. യജീഉ എന്നുള്ളതിൻ്റെ മാദി എന്ത് വരും? ജാഅ എന്ന് വരും. അതുപോലെ മൂന്നാമത്തത് നുതമ്മിമു, പൂർത്തിയാക്കിയിട്ട് എഴുതാനാണ്. ഒന്നാമത്തത് ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇൻ. അപ്പോൾ അവിടെ യാ ഖൈറ ദാഇൻ എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തത് ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം ബിഇറ സംസമ. അപ്പോൾ അവിടെ സംസമ എന്നുള്ളതാണ് എഴുതാനുള്ളത്. അതിൻ്റെ അർത്ഥം അറിയാലോ അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു എന്ന് വരും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ സംസമ എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് സ്വലാത്തുൽ ഫജ്രി, സ്വലാത്തുൽ ജമാഅത്തി തഫൂലു അലാ സ്വലാത്തി റജുലി വഹദഹു ബിസബഖിൻ ഡാഷ്. അവിടെ 20 ദറജത്തൻ എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സ്വലാത്തുൽ ജമാഅ
ജമാഅത്ത് നിസ്കാരം തഫ്ളുലു ശ്രേഷ്ഠമാണ് അലാ സ്വലാത്തി റജുലി വഹ്ദഹു, ഒരു പുരുഷൻ ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തേക്കാൾ ബി സബഇൻ വഇശ്രീന ദറജ, എത്ര 27 പദവി. ഇനി നാലാമത്തത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി, എന്താണ് അവിടെ വ ഇലൈഹിൻ നുഷൂർ. അപ്പോൾ അവിടെ വ ഇലൈഹിൻ നുഷൂർ എന്ന് എഴുതി കൊടുക്കുക. നമ്മളൊക്കെ ഉറക്കിൽ നിന്നും എഴുന്നേറ്റാൽ ചൊല്ലേണ്ട ദിക്റാണ് അല്ലേ. അപ്പോൾ അവിടെ വ ഇലൈഹിൻ നുഷൂർ എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നാലാമത്തെ പ്രവർത്തനം നംല ഉൽ ഫറാ ബിൽ മുനാസിബി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 4 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ ഡാഷ് അൽ അഹു അൽ ഹലീബ, എന്താണ് സഹോദരൻ പാല്. അപ്പോൾ അവിടെ യഷ്റബു എന്നാണ് വേണ്ടത്. യഷ്റബു എന്ന് പറഞ്ഞാൽ കുടിക്കും അല്ലേ. രണ്ടാമത്തതോ യദ്ഹബു എന്നാണ് രണ്ടാമത്തതിനോട് വേണ്ടത്. അൽ അബു ഇലൽ മസ്ജിദ്, പിതാവ് പള്ളിയിലേക്ക് പോകും. അപ്പോൾ യദ്ഹബു എന്നുള്ളതാണ് അവിടെ എടുത്തെഴുതാനുള്ളത്. മൂന്നാമത്തത് യക്തുബു എന്നുള്ളതാണ് വേണ്ടത്. അത്വാലിബു അദ്ദറസ, അർത്ഥം എല്ലാവർക്കും അറിയാം അല്ലേ, വിദ്യാർത്ഥി പാഠം എഴുതും. നാലാമത്തത് ഡാഷ് അൽ ഉസ്താദുൽ ഖുർആന, ഉസ്താദ് ഖുർആൻ ഓതും. അപ്പോൾ അവിടെ യഖറഉ എന്നുള്ളതാണ് വേണ്ടത്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം, നുതർജിമു. അപ്പോൾ താഴെ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിന് അർത്ഥം എഴുതുക. യക്കൂനു, യക്കൂനു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ആകുന്നു അല്ലെങ്കിൽ ആകും. രണ്ടാമത്തത് യസ് അലൂന, യസ് അലൂന എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അവർ പല പുരുഷന്മാരും ചോദിക്കുന്നു അല്ലെങ്കിലോ ചോദിക്കും. മൂന്നാമത്തത് അഫ്ളലുൽ ജമാഅത്തി അൽ ജുമുഅ, അർത്ഥം ജമാഅത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ നിസ്കാരമാണ്. നാലാമത്തതോ യഫ്തഹൂന, അർത്ഥം അവർ പല പുരുഷന്മാരും തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും. ഇനി നുഅരിബു എന്നുള്ളതാണ് 6ാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത്. 2 ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു. അതിൻ്റെ അറബി എങ്ങനെ വരും? ആഷൻ നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന 10 സിനീന, 10 വർഷമാണ് 10 സിനീന എന്ന് വരും. ഇനി രണ്ടാമത്തത് ഹമീദ് മദ്രസയിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ അറബി എങ്ങനെ വരും? ദഹബൽ ഹമീദു ഇലൽ മദ്രസത്തി, ദഹബ പോയി, അൽ ഹമീദു ഹമീദ് പോയി, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.